യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മോർണിംഗ് ഡ്യൂ വേദവചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വളരെ ശ്രേഷ്ഠമേറിയ പാഠങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങൾ പഠിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന ആ സമയം മുതൽ തൻ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത് എന്ന് മാത്രമല്ല, ദൈവരാജ്യത്തിലേക്ക് ആളുകളെ അവൻ ക്ഷണിക്കുകയും ദൈവരാജ്യത്തിന്റെ ആ ആത്മീയ അനുഭവത്തിൽ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് യേശു നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തു. തീർച്ചയായിട്ടും ഈ ഒരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വായിച്ച് ധ്യാനിച്ചത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 14 മുതൽ പറഞ്ഞിരിക്കുന്നതായ ആ യജമാനനും ദാസന്മാരും എന്നുള്ളതിനെ കുറിച്ച്, അദ്ദേഹം അവർക്ക് കൊടുത്തതായ താലന്തുകളെ കുറിച്ച്, അവർ എപ്രകാരമാണ് അത് വ്യാപാരം ചെയ്തതെന്നും അവരുടെ പ്രതീക്ഷ എന്തായിരുന്നു. അവരുടെ പ്രത്യാശയും പ്രതീക്ഷയും യജമാനൻ കടന്നു വരുന്നു, യജമാനൻ മടങ്ങി വരും, തങ്ങൾക്ക് ഏൽപ്പിച്ചതായ താലന്തുകളെ വ്യാപാരം ചെയ്ത് യജമാനന്റെ മുമ്പാകെ അവർ നിൽക്കണമെന്നുള്ളതാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷെ യജമാനന്റെ മടങ്ങി വരവിന് വളരെ കാലം കഴിഞ്ഞു എന്നുള്ള ഒരു സൂചന യേശുക്രിസ്തു നൽകിക്കൊണ്ട് തൻ്റെ വരവിന് താമസമുണ്ട് എന്നുള്ള സൂചനയാണ് ഏതാണ്ട് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു അന്ന് തൻ്റെ അടുക്കൽ കടന്നു വന്ന ശിഷ്യന്മാരോടും അതേപോലെ തന്നെ പുരുഷാരത്തോടും സംസാരിച്ചത്. ഇന്നും കർത്താവ് യേശുക്രിസ്തു നമ്മളോട് പറയുന്നത് തൻ്റെ വരവിന് താമസമുണ്ട്. പക്ഷെ അതേസമയം തന്നെ ശ്രദ്ധിക്കുക, ഏതാണ്ട് 2000 കൊല്ലങ്ങൾ കഴിഞ്ഞു. അതിനർത്ഥം കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു. ഈ ഉപമ നേരിൽ കേട്ട ആളുകളെക്കാൾ കൂടുതൽ ഇന്ന് ഈ പ്രവർത്തനത്തിന്റെ അർജൻസി, അടിയന്തരത കൂടുതൽ അനുഭവിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ താലന്തുകൾ ലഭിച്ചവർ ആ അടിയന്തരതയിൽ അവർ ജീവിച്ചു. അവർ വിചാരിച്ചു യജമാനൻ ഉടനെ മടങ്ങി വരും. പക്ഷെ യജമാനൻ വളരെ നാളുകൾ കഴിഞ്ഞാണ് മടങ്ങി വന്നത്. പക്ഷെ ഈ 3 പേരിൽ 2 പേരും അലസതയില്ലാത്തവരായി ഉണർവോടുകൂടെ ഉത്സാഹത്തോടുകൂടെ അവരെ ഏൽപ്പിച്ചതായ ജോലി അവർ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ വളരെ കാലം കഴിഞ്ഞ ശേഷം വാക്യം 19 മുതൽ ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. അപ്പോൾ യജമാനൻ എന്തിനാണ് വരുന്നത്? യജമാനൻ വരുന്നത് കണക്ക് തീർക്കുവാനാണ്. അതായത് താൻ 5 താലന്ത് കൊടുത്തവനോട്, 2 താലന്ത് കൊടുത്തവനോട്, 1 താലന്ത് കൊടുത്തവനോട് കണക്ക് തീർക്കുവാൻ. അതിനർത്ഥം ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾക്ക് നമ്മൾ ദൈവത്തോട് ഉത്തരവാദിത്വം പറയേണ്ടി വരും എന്നുള്ള സൂചനയാണ്. ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, ദൈവം എന്നെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെയല്ല, ദൈവം എല്ലാവരെയും അവൻ തൻ്റെ ദാനങ്ങളാൽ നിറച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ദാനങ്ങൾ ലഭിച്ചിട്ടും അത് അവഗണിച്ചു പോകുന്നവരായിരിക്കാം, അറിഞ്ഞിട്ടും അറിയാതെ ഇരിക്കുന്നവരായ ആളുകളായിരിക്കാം. അതിനെല്ലാം നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള വസ്തുത നമ്മൾ ആരും മറന്നു പോകരുത്. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് സുവിശേഷം പറയാൻ അറിയില്ല. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് വചനം പറയാൻ അറിയത്തില്ല. പക്ഷേ വചനം പറയാൻ അറിയില്ല എന്ന് പറയുന്നതും പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് പറയുന്നതും നമ്മൾ വളരെ മനഃപൂർവ്വമായി പറയുന്നതാണ്. ഏതൊരു വ്യക്തിയെയും ദൈവം തൻ്റെ ദാനങ്ങളാൽ നിറച്ചിട്ടാണ് ദൈവരാജ്യത്തിലേക്ക് അവൻ കൊണ്ടുവരുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, പിശാച് പലപ്പോഴും നമുക്ക് ലഭിച്ചതായ ദാനങ്ങളെ നമ്മളിൽ നിന്ന് മറച്ചു വെക്കും. പക്ഷെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും, ദൈവവചനം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം തന്നെ ഏൽപ്പിച്ച ദാനങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം അവർക്കുണ്ടാകും. നോക്കൂ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പ്രമേയം യജമാനൻ മടങ്ങി വരുന്നുവെന്നും അതേപോലെ തന്നെ നമ്മൾ അവന്റെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അങ്ങനെ കണക്ക് തീർത്തപ്പോൾ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയെന്ന് അവനോട് പറഞ്ഞു. ഞാൻ ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ ഈ 5 താലന്ത് ലഭിച്ചവനും 2 താലന്ത് ലഭിച്ചവനും യജമാനിൽ നിന്നും ലഭിച്ചതായ ആ പ്രതികരണം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. കാരണം 2 പേരും ഏതാണ്ട് ഒരേപോലെ തന്നെ അവർ ബിസിനസ് ചെയ്തു. 2 താലന്ത് ലഭിച്ചവൻ എനിക്ക് 2 കിട്ടിയുള്ളൂ എന്നുള്ള മനോഭാവത്തിൽ ഇരുന്നില്ല. അവനറിയാം, ഇതെന്റെ പ്രാപ്തിക്ക് അനുസരിച്ചാണ്.
5 താലന്ത് ലഭിച്ചവനും ചിന്തിച്ചു, അത് എൻ്റെ പ്രാപ്തിക്കനുസരിച്ചാണ് എന്ന്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ യജമാനനെ സ്നേഹത്തോടുകൂടി കാണുവാനും ബഹുമാനത്തോടുകൂടി കാണുവാനും യജമാനൻ തങ്ങൾക്ക് തന്നതായ ആ ഒരു ദാനത്തിൽ അവനോട് വിശ്വസ്ത പുലർത്തുവാനും അവർക്ക് സാധിച്ചു. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ യജമാനൻ എങ്ങനെയാണ് ഈ 2 പേരോടും പ്രതികരിച്ചത് എന്നുള്ളതാണ്. നമ്മൾ തീർച്ചയായിട്ടും ഈ 21-ാം വാക്യം മാത്രമേ ഈ 2 പേരോടുള്ള പ്രതികരണമായിട്ട് വായിക്കുന്നുള്ളൂ. കാരണം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് പ്രതികരണം. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന് പറയുക. നോക്കൂ, ഇവിടെ പ്രധാനമായും യജമാനൻ അന്വേഷിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അന്വേഷിക്കുന്നത് താലന്തുകളുടെ വർധനവോ അല്ലെങ്കിൽ ഇരട്ടി താലന്തോ അല്ല യജമാനൻ അന്വേഷിക്കുന്നത്. വാസ്തവത്തിൽ യജമാനൻ താലന്തുകളെ കൊടുത്തെങ്കിലും ആ താലന്തുകൾ വ്യാപാരം അവർ ചെയ്തെങ്കിലും അവർക്ക് കൊടുത്തതായ താലന്തുകളുടെ ഇരട്ടി അവർ സമ്പാദിച്ച് യജമാനന്റെ മുമ്പിൽ കൊണ്ടുവന്നെങ്കിലും യജമാനൻ അന്വേഷിച്ചത് എന്തായിരുന്നു? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന ഒരു അന്വേഷണം. അതായത് അവരിൽ യജമാനൻ അന്വേഷിച്ചത് അവർ നല്ലവരായിരിക്കുക, ബി ഗുഡ് ആയിരിക്കുക. അവർ അപ്രകാരം നല്ലവരായിരുന്നു എന്ന് പറഞ്ഞാൽ ദുഷ്ടത അവരുടെ ഉള്ളിൽ ഉണ്ടായില്ല. ഈവിൾ തോട്ട്സ്, പൈശാചികമായ ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചിന്തകൾ വന്നതെല്ലാം തന്നെ അവർ ദൂരെ കളഞ്ഞിട്ട് യജമാനനോടുള്ള വിശ്വസ്തതയിൽ അവർ മുന്നോട്ട് പോയി. നമുക്കും ഇതാണ് വേണ്ടത്. നമ്മുടെ മനസ്സ് എപ്പോഴും ദുഷ്ടതയാൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് യജമാനനോട് അഥവാ നമ്മുടെ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. നോക്കുക, ഇവരിൽ ഈ യജമാനൻ അന്വേഷിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർ നല്ലവരായിരിക്കണം. രണ്ടാമത്, അവർ വിശ്വസ്തരായിരിക്കണം. നോക്കുക, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു റിട്ടേൺ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ബി ഗുഡ് പീപ്പിൾ ആൻഡ് ഓൾസോ യു ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ. നിങ്ങൾ നല്ലവരായിരിക്കുക, അതേസമയം തന്നെ നിങ്ങൾ വിശ്വസ്തരുമായിരിക്കുക. ഈ വിശ്വസ്തതയ്ക്ക് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറയുകയുണ്ടായി. യജമാനനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ്. യജമാനൻ ആരാണ്? യജമാനനെ ബഹുമാനിക്കാനുള്ളത് അവർ യജമാനനിൽ കണ്ടിരുന്നു. യജമാനനെ ആദരവോടുകൂടെ കാണുവാനുള്ളത് അവർ യജമാനനിൽ കണ്ടിരുന്നു. ഇതിനെല്ലാം കാരണം യജമാനനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ്, ദൈവവചനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അറിവ്, അതേ ആത്മീയമായ നിലയിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്ന അറിവ് നമുക്ക് വിശ്വസ്തരായിരിക്കാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കും. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളിൽ കർത്താവ് അന്വേഷിക്കുന്നത് വിശ്വസ്തർ ആകുക എന്നുള്ളതാണ്, നല്ലവരാകുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ യജമാനൻ പറയുന്നത്, സമർത്ഥരായ വേലക്കാരെ, വെൽ ഡൺ, നിങ്ങൾ നന്നവണ്ണം ചെയ്തു, നിങ്ങൾ യോഗ്യന്മാരാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അല്ല, സാധാരണയുള്ള ആളുകൾ ഇങ്ങനെയുള്ള അപ്രീസിയേഷൻ വാക്കുകളൊക്കെ പറയുമ്പോൾ യേശുക്രിസ്തു പറയുന്നത് താൻ അന്വേഷിക്കുന്നത് നല്ലവരും അതേസമയം തന്നെ വിശ്വസ്തരും ആയിരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ നല്ലവരായിരിക്കുക, നന്മയുണ്ടായിരിക്കുക, തിന്മ വരാതെ, ദുഷ്ടത വരാതെ നിങ്ങൾ നന്മയുള്ളവരായിരിക്കുക. നിങ്ങളെ ദുഷ്ടതയിലേക്ക് തള്ളിവിടുന്ന സാത്താനിയ പ്രലോഭനങ്ങളിൽ നിന്നും നിങ്ങൾ വിടുതൽ പ്രാപിക്കുക. ദൈവവചനത്തിലൂടെ ലഭിക്കുന്നതായ വിടുതലുകൾ നിങ്ങൾ അനുഭവിച്ചറിയുക. അതേസമയം തന്നെ യജമാനനെ നിങ്ങൾ നന്നായി അറിഞ്ഞ്, യേശുവിനെ നിങ്ങൾ നന്നായി അറിഞ്ഞ് നിങ്ങൾ അവനോട് വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സന്ദേശം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗം ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ജീവിതത്തിൽ നല്ലവരായിരിക്കുക, നന്മയുള്ളവരായിരിക്കുക, വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ അന്വേഷിക്കുന്നത്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നന്മയുള്ളവരും വിശ്വസ്തരുമായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഈ വചനത്താൽ ഞങ്ങളുടെ മക്കൾ നിറയപ്പെടട്ടെ. ജീവിതത്തിൽ ആത്മീയ ദൈവരാജ്യത്തിൽ വസിക്കുക നിമിത്തം അവരുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മീയ കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.